നെടുമ്പാശ്ശേരിയിൽ ഹോട്ടൽ ജീവനക്കാരനെ CISF ഉദ്യോഗസ്ഥർ കാറിടിച്ച് കൊലപ്പെടുത്തിയതായി പരാതി. മനഃപൂർവ്വം വാഹനമിടിച്ച് കൊലപ്പെടുത്തിയതാണ് FIR. നെടുമ്പാശ്ശേരിയിലെ ഹോട്ടൽ ജീവനക്കാരനായ ഐവിൻ ജിജോ ആണ് മരിച്ചത്. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എന്താണ് സംഭവിച്ചത്? കാരണം കാറിന് സൈഡ് കൊടുത്തില്ല എന്ന തർക്കത്തിനെ ചൊല്ലി മനഃപൂർവ്വം സൃഷ്ടിച്ച ഒരു അപകടമാണ്, അല്ലെങ്കിൽ അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് FIR-ലുള്ളത്, അല്ലേ? ദേവിക, മനഃപൂർവ്വം തന്നെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് FIR-ൽ, പോലീസിന്റെ FIR-ൽ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തോമ്പ്ര റോഡിലാണ്. ഈ കിടക്കുന്ന ഓൾട്ടോ കാറാണ് ഐവിൻ ജിജോയുടെ, അതായത് കൊല്ലപ്പെട്ട ഐവിൻ ജിജോയുടെ കാറ്. ഈ കാറും അതോടൊപ്പം തന്നെ CISF ഉദ്യോഗസ്ഥർ, 2 CISF ഉദ്യോഗസ്ഥർ വന്ന കാറും തമ്മിൽ ഉരസിയിരുന്നു. ഇതിനെ തുടർന്ന് ഒരു തർക്കം ഉടലെടുക്കുകയായിരുന്നു. അതായത് കാർ നിർത്തിയതിനു ശേഷം ഐവിൻ ജിജോ ഈ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു. അതിനിടയിൽ തന്നെ കുറച്ച് വാക്ക് തർക്കമുണ്ടായി. ആ സമയത്താണ് ഈ CISF ഉദ്യോഗസ്ഥർ നേരെ അവരുടെ കാറ് തിരിച്ച് പോകാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയത്. ആ സമയത്ത് ഐവിൻ ജിജോ CISF ഉദ്യോഗസ്ഥരുടെ കാറിന് മുന്നിൽ കയറി നിന്ന് സംസാരിച്ചു. ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ, തർക്കത്തിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തിരുന്നു. ഇത് പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഈ കാണുന്ന ഭാഗത്ത്, ഈ വീടിന്റെ ഈ ഭാഗത്തോട് ചേർന്ന് ഈ CISF ഉദ്യോഗസ്ഥരുടെ കാറ് തിരിച്ച് നേരെ കപ്പേള ചാപ്പൽ ആ റോഡിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആ സമയത്ത് ഈ ബോണറ്റിന്റെ ഫ്രണ്ടിൽ, ഈ CISF ഉദ്യോഗസ്ഥരുടെ കാറിന്റെ ബോണറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുകയായിരുന്ന ഐവിൻ ജിജോയെ കാർ മുന്നോട്ടെടുത്ത സമയത്ത് ബോണറ്റിലേക്ക് വീഴ്ത്തി കൊണ്ടുപോവുകയായിരുന്നു. ആ സമയത്ത് ബോണറ്റിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയായിരുന്നു, പിടിച്ച് കിടക്കുകയായിരുന്നു ഈ ഐവിൻ ജിജോ. നിലവിളിക്കുന്നുണ്ടായിരുന്നു. ആ ഐവിൻ ജിജോയെയും കൊണ്ടാണ് CISF ഉദ്യോഗസ്ഥരുടെ കാറ് നേരെ 1 കിലോമീറ്ററിന് അപ്പുറത്ത് കപ്പേള ചാപ്പൽ റോഡിന്റെ ഭാഗത്തേക്ക് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നത്. ആ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയതിനു ശേഷം താഴെ വീഴുകയായിരുന്നു ഐവിൻ ജിജോ. ആ സമയത്ത് മരണപ്പെട്ടു എന്നാണ് കരുതുന്നത്. അവിടെ വെച്ചാണ് ഈ CISF ഉദ്യോഗസ്ഥരെ നാട്ടുകാർ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ മൃതശരീരം, ഐവിൻ ജിജോയുടെ മൃതശരീരം കാണുകയും ചെയ്തിട്ടുള്ളത്. ഈ CISF ഉദ്യോഗസ്ഥരായിട്ടുള്ള വിനയ് കുമാറിനെ, അതോടൊപ്പം തന്നെ മോഹനെയും നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഐവിൻ ജിജോയെ ഉടനടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. തുറവൂർ സ്വദേശിയാണ് ഐവിൻ ജിജോ. ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തെ ഒരു ഹോട്ടലിലെ ഷെഫാണ്. ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇതിന്റെ ഒരു വിഷമകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ഒരു ചെറിയൊരു തർക്കം, അതായത് സൈഡ് കൊടുക്കുന്നതും ഒരേ ദിശയിൽ വന്ന കാറുകളാണ്. ആ സമയത്ത് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കം, അത് വാക്ക് തർക്കം ഉണ്ടായി. അതിനുശേഷം മുന്നോട്ട് പോയ സമയത്ത് കാറ് ഇടിച്ച് വീഴ്ത്തി ബോണറ്റിൽ പിടിച്ചു കിടന്ന ആ വ്യക്തിയെയും കൊണ്ട്, ഇവരെയും കൊണ്ട് 1 കിലോമീറ്ററോളം, ഇതിന് അപ്പുറത്താണ് ഈ പറയുന്ന മൃതശരീരം കണ്ടെത്തിയ സ്ഥലം, അതായത് കപ്പേള ചാപ്പൽ റോഡ്. അവിടെയാണ് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നത്. 1 കിലോമീറ്ററോളം ഈ ആളിനെയും കൊണ്ട്, അതായത് മരണപ്പെട്ട ഐവിൻ ജിജോയെയും കൊണ്ട് CISF ഉദ്യോഗസ്ഥരുടെ കാറ് സഞ്ചരിച്ചിരുന്നു. അവിടെ മൃതശരീരം, അല്ലെങ്കിൽ ഐവിനെ തള്ളിയിട്ടു. അതിനുശേഷം കാറ് നിർത്തുകയും ചെയ്തു. ആ സമയത്താണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ പെടുന്നത്. ഈ ഐവിൻ ജിജോയെയും അതോടൊപ്പം തന്നെ കസ്റ്റഡിയിലെടുത്ത ആളുകളെയും പോലീസ് എത്തിയാണ് കൊണ്ടുപോകുന്നത്. നേരെ ആംബുലൻസിൽ കയറ്റി ഐവിൻ ജിജോയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത ആളുകളിൽ അതായത് ഒരാൾക്ക് പരിക്ക് പറ്റിയിരുന്നു. നാട്ടുകാർ ചെറിയ രീതിയിൽ മർദ്ദിച്ചിരുന്നു എന്നാണ് ആക്ഷേപം ഉണ്ടായിട്ടുള്ളത്. മറ്റൊരാൾ ഓടി രക്ഷപ്പെട്ടു. അയാളെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദ്യലഹരിയിലായിരുന്നു എന്നുള്ള ഒരു സംശയം നിലവിൽ നാട്ടുകാരടക്കം ഉന്നയിക്കുന്നുണ്ട്. ഇതിന് ശാസ്ത്രീയ പരിശോധനാ ഫലം അനിവാര്യമാണ്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഇക്കാര്യത്തിൽ പുരോഗമിക്കുകയാണ്. ദേവിക. ശരി രേഷ്മ. പാലക്കാട് ഷൊർണൂരിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ രക്തം വാർന്നു മരിച്ച നിലയിൽ സ്ത്രീയെ കണ്ടെത്തി. കവളപ്പാറയിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. അമ്പലത്തൊടി വിഷ്ണു നിവാസിൽ പ്രമീളയാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. മൃതദേഹത്തിന് 3 ദിവസത്തിലധികം പഴക്കമുള്ളതായി സംശയമുണ്ട്.